ഹലോ ഗായ്സ്, അപ്പോൾ ഒന്ന് നമുക്കൊരു പിസ്സ ആയാലോ? നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഒരു 1/2 കിലോ മൈദ, അതിലേക്കൊരു 50 ഗ്രാം ബട്ടർ, ഒരു കോഴിമുട്ട, ഒരു ഗ്ലാസ് പാല്, ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട 3 തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 4 ഉണക്കമുളക്, ഇതെല്ലാം ചേർത്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേവിച്ചതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം നമുക്കത് അടുപ്പിലൊരു പാൻ വെച്ച് അതിലൊരു ലേശം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇതൊഴിച്ച് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പം അതിലേക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, അതും ചേർത്ത് നന്നായി നമുക്ക് കുറുക്കിയെടുക്കാം. കുറുക്കി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടീസ്പൂൺ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഒറിഗാനോ, അതും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് പരത്തി ഫോർക്ക് വെച്ച് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. അതിനുശേഷം പിസ്സ സോസ് അതിൽ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ മൊസറല്ല ചീസ്, പിന്നെ വലിയുള്ളി, തക്കാളി, ക്യാപ്സിക്കം, ഇതെല്ലാം അതിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെയും മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം ഒറിഗാനോയും ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഓവനിലാണ് ഞാൻ വെക്കുന്നത്. അത് വേറെ ചെമ്പ് പാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല, നമ്മളെ സൗകര്യം പോലെ ചെയ്യാം. സോസ് തേച്ചതിന് ശേഷം ചീസ് വെച്ച് അതിന് മേലെ ഒറിഗാനോ കുറച്ച് ഇട്ട് പിന്നെ അതിന് മേലെ ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി അതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്കത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം സെറ്റായി. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മാവ് ബാക്കി വന്നതുകൊണ്ട് ഞാൻ കുബൂസാക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.